ഇപ്പോൾ നമ്മോടൊപ്പം സംവിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര കൂടി ചേരുകയാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, അമ്മയിലെ ഈ ആന്തരിക വൈരുദ്ധ്യം കൂട്ടിമുട്ടുകയാണ്. കാരണം വലിയ രൂക്ഷമായ തർക്കം. ഒടുവിൽ ശ്വേതാ മേനോൻ വേദിയിലേക്കെത്തി വളരെ വൈകാരികമായി രാജിക്കൊരുങ്ങുന്നു. ഒടുവിൽ ഇതാ ഭരണസമിതി ഒന്നാകെ രാജിവെക്കുന്നു. അമ്മയിൽ കൂട്ടരാജി. ഒരു വിധത്തിൽ നന്നായി എന്ന് മാത്രമേ ലാലേ പറയാനുള്ളൂ. കാരണം കുറച്ച് നാളുകളായി നമ്മളിതെല്ലാം കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയല്ല ആയിരുന്നല്ലോ. വെറും എന്താ പറയാ, ഈ ചന്തപ്പിള്ളേർ ബഹളം വെക്കുന്ന പോലെയാണ് അമ്മയ്ക്കകത്ത് ഈ ഭരണസമിതി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കുറെ നാളുകളായിട്ട്. എത്രയോ മഹാരഥന്മാരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഇന്നസെന്റ് ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും അതേപോലെ ഇടവേള ബാബു ഒക്കെ ഉള്ള സമയത്ത് അവരൊക്കെ വളരെ വ്യക്തമായി നല്ല രീതിയിൽ ആ സംഘടന കൊണ്ടുപോയ ഒരാളുകളായിരുന്നു. അതുപോലെ തന്നെ മോഹൻലാലും ഒക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, മധുസാറുണ്ട സമയത്ത് ഇവരൊക്കെ ആ സംഘടനയെ വളരെ വൃത്തിയായി വളരെ നന്നായി അംഗങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലും മാത്രം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും അതേപോലെ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ആ കാര്യങ്ങളൊക്കെ മിനിറ്റുകൾക്കുള്ളിൽ തീർക്കുന്നതുമായിട്ട് ഭരണസമിതിയായിരുന്നു അമ്മയുടേത്. ഇപ്പോ ഈ പുതിയ ആളുകളെന്ന് പറഞ്ഞ ആളുകളൊക്കെ കുറെ പേര് കയറി വന്നിട്ട് സത്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിക്കുക, ചന്തപ്പിള്ളേര് പെരുമാറുന്നതിലും വളരെ വൃത്തികെട്ട രീതിയിലാണ് അവിടെയുള്ള സംഭാഷണങ്ങളും അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകളും അതെല്ലാം ഉള്ളത്. ഇപ്പൊ അൻസുബയുടെ ആണെങ്കിലും ടിനി ടോമിന്റെ ആണെങ്കിലും അവരൊക്കെ ചേർത്ത് തമ്മിലുള്ള പ്രശ്നങ്ങളും പുറത്തു വരുന്ന വാർത്തകളും അതുപോലെ തന്നെ അതിന്റെ ആ സൗണ്ട് റെക്കോർഡിംഗ് ക്ലിപ്പിങ്ങുകളും എല്ലാം കേൾക്കുമ്പോൾ എന്താണ് ഇത് ഇങ്ങനെ അത്രയും അതമ്പതിച്ചു പോയോ ഇതെന്ന് തീരുമാനിച്ചിരിക്കുക എന്ന് ആലോചിച്ചിട്ടുണ്ട് പല സമയത്തും. എന്തായാലും രാജിവെച്ചത് വളരെ നന്നായി. അർഹതയുള്ള കൈകളിൽ കിട്ടാത്തതിന്റെ ഏറ്റവും വലിയ ഇതിനകത്ത് ബൈജു കൊട്ടാരക്കര, ഇതിനകത്ത് ഏറ്റവും പ്രകടമായത് ഈ അൻസിബയുടെ വിഷയം തന്നെയാണ്. കാരണം ഈ മതം മാറ്റം വരെ ആരോപിക്കുന്നതിലേക്കൊക്കെ പോയി. മാത്രമല്ല ഈ രാജീവ് കുടപ്പനക്കുന്ന് എന്ന അദ്ദേഹത്തിൻ്റെ മകൻ രംഗത്തെത്തി അൻസിബയ്ക്ക് അനുകൂലമായി മൊഴി നൽകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിനാരിയോ നാം കണ്ടതാണ്. അപ്പോൾ ഇതാണ് ഈ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബൈജു കൊട്ടാരക്കര സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പ്രതിസന്ധിയിലേക്കും കൂട്ടരാജിയിലേക്കും പോയത് ഈ അൻസിബ വിഷയമാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാനും അങ്ങനെയാണ് കേട്ടത്. പക്ഷെ നമുക്ക് അവരുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ ഞാനും പറയുന്നത് ഈ അൻസിബ ഒരു പെൺകുട്ടിയാണ്. ഒന്ന് ആലോചിക്കണം, അവര് ഒരു അഭിനേത്രിയല്ലേ. അവരെ ഇത്ര മോശമായി ചിത്രീകരിക്കുന്നതും മോശമായിട്ട് അവർക്കെതിരെ സംസാരിക്കുന്നതും ഒക്കെ സത്യത്തിൽ അത് നേരത്തെ തന്നെ പരിഹരിക്കേണ്ടുന്ന കാര്യങ്ങളായിരുന്നു. ഇത് പുറം ലോകം അറിയരുതായിരുന്നു. പുറലോകം അറിയാതെ തന്നെ ഇത് കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ഇതിന്റെ ഭരണസമിതി വിളിച്ചു കൂട്ടുക. ഭരണസമിതിയിലുള്ള ആളുകൾ തീർച്ചയായും പ്രസിഡന്റോ സെക്രട്ടറിയോ ആ ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ കൂടിയിരുന്ന് ഇത് തീർത്ത് വിടേണ്ടതായിരുന്നു. തലമുതിർന്ന എത്രയോ അംഗങ്ങളുണ്ട്. പിന്നെ AMAയില് മോഹൻലാലിനൊക്കെ ചെയ്യാമായിരുന്നല്ലോ. മോഹൻലാൽ ഉണ്ടായിരുന്നു, മമ്മൂക്കി ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ബൈജു കൊട്ടാരക്കര അടക്കം ഒക്കെ ഉയർത്തിയതിൻ്റെ അനുരണനങ്ങളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ അതിൻ്റെ തലപ്പത്തേക്ക് എത്തണം. ശ്വേതാ മേനോൻ അങ്ങനെയാണ് പൊതുവിൽ സ്വീകരിച്ചത്. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അല്ല, AMAയിൽ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീ അതിന്റെ തലപ്പത്ത് വരണമെന്ന് ഞാൻ ഇന്നവരെ പറഞ്ഞിട്ടുമില്ല, പറയത്തില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഈ സ്ത്രീ വിരുദ്ധമായ പല കാഴ്ചപ്പാടുകളും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളൊക്കെ അതിനെതിരെ രംഗത്തെത്തിയിരുന്നല്ലോ. അതിന്റെ അനുരണനം ഒരു ആഫ്റ്റർ എഫക്ട്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും അന്ന് നമുക്ക് ഇത് വന്നപ്പോ, ഈ ശ്വേതാബേനൊക്കെ വന്നപ്പോ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇവരൊക്കെ സ്ത്രീകളുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ആ സംഘടനയെ കൊണ്ടുപോകുന്നൊക്കെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ ഇത് ഓരോ ദിവസം കഴിയുന്തോറും വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചാനലുകളിലാണെങ്കിലും ഓൺലൈൻ മീഡിയകളിലാണെങ്കിലും ഒക്കെ വരുന്ന വാർത്തകൾ കണ്ടാൽ തലയും മുണ്ടിടാ പോലും നടക്കാൻ മേല. ഇന്ന് തന്നെ ഏതോ ഒരു TV ചാനൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഞാൻ ഒരു പോസ്റ്റ് കണ്ടതാണ്. ഔദ്യോഗികമായ ഒരു ചാനൽ ഇട്ടേക്കുന്ന വാർത്തയാണത്. ഞങ്ങൾ AMAയുടെ വാർത്തകൾ ഇടുന്നില്ല, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്, ഈ നാട്ടിൽ ചർച്ച ചെയ്യാനുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം അത്ര വരെ ഇത് അതമ്പതിച്ചു പോയി ഈ സംഘടന എന്നുള്ളതാണ്. അത് ഇവരൊക്കെ തന്നെയാണ്. ഇതിനകത്ത് ലക്ഷ്മിപ്രിയ ആണെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് വിവരവും വിദ്യാഭ്യാസമുള്ള ആരുണ്ട്? ഇപ്പൊ ഇതിനകത്ത് ഈ പെമ്പിള്ളേർ കയറിയതിനകത്ത് ആരുണ്ട്? ഈ ശ്വേതാമനൊക്കെ ഈ പിന്നെ കണ്ണാടി എടുത്ത് തലേ വെച്ച് നടക്കുന്ന അല്ലാതെ ഇവർക്ക് നയപരമായിട്ട് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമെടുക്കാനോ ഒക്കെ ആർജവം ഉണ്ടോ ഇവർക്ക് ആർക്കെങ്കിലും? ഇവർക്ക് ഈ ചക്കുളത്തിപ്പേര് നടത്തുന്ന ഈ അമ്മായിയമ്മ മരുമോൾ പോര് പോലുള്ള പോരുകൾ നടത്തുന്ന കുറച്ച് പെണ്ണുങ്ങളല്ലാതെ വേറെ എന്താണ് അതിനകത്തുള്ളത്? ഇപ്പോ അതാണ് ഇപ്പൊ സംഭവിച്ചത് അത് തന്നെ. എന്തായാലും അവർ ഇറങ്ങിപ്പോയത് വളരെ നന്നായി.